സവിശേഷ പ്രാധാന്യമുള്ള ഒരു പിറന്നാൾ ആഘോഷത്തോടെയാണ് കളിതമാശകൾ ആരംഭിക്കുന്നത്. Happy birthday to Donald Trump. Dear Donald Trump, please finish the radical terrorism Islam from this planet. ലോകരക്ഷകനായ ഡൊണാൾഡ് ട്രംപിൻ്റെ തിരുനാളാണ്. ഹിന്ദു സേനയാണ് ആഘോഷിക്കുന്നത്. ഇസ്ലാമിനെ ഈ അണ്ടകടാഹത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണേ എന്നാണ് പ്രാർത്ഥന. Very successful, wonderful partners, very beautiful, and I must say I became involved because I have great confidence, and I have great confidence in India. Incredible people and an incredible country. So thank you very much. കണ്ടില്ലേ, സർവ്വവ്യാപിയായ ട്രംപ് തമ്പുരാൻ പ്രാർത്ഥനകളും സ്തുതികളും കൈക്കൊണ്ടതും മറുപടി കൊടുത്തതും കണ്ടില്ലേ. ഗണപതി വിഗ്രഹം പാല് കുടിക്കുമെങ്കിൽ ട്രംപിൻ്റെ ഫ്ലക്സ് കേക്കും തിന്നു. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്നത് അന്ധവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. വെറുതെയല്ലല്ലോ സേന കമ്മ്യൂണിസ്റ്റുകാരുടെ ആസ്ഥാനത്ത് കയറി അടിച്ചത്. आज हम लोगों ने डोनाल्ड ट्रंप जी का 71वां बर्थडे बड़ी धूमधाम से मनाया है. पहले हमने हिंदू पद्धति के हिसाब से उनका टीका किया और लंबी उम्र की कामना की भगवान से, और सदा स्वस्थ रहें ये कामना की भगवान से. और उनके ही हिसाब से हमने बर्थडे केक 7 किलो 100 ग्राम का बनाया और काटा है. और यहाँ डोनाल्ड ट्रंप के फैन मौजूद हैं, उन सभी लोगों ने बर्थडे को सेलिब्रेशन अच्छे से किया. ട്രംപ് സാബിൻ്റെ 71ാം ജന്മദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ സേനയ്ക്ക് മോദി സാബിനോടും ചിലതൊക്കെ പറയാനുണ്ട്. और आतंकी, जैसा कि आपने पिछले दिनों सुना था, अफगानिस्तान पाकिस्तान बॉर्डर पे बमबारी करके अमेरिका ने कुछ आतंकी शिविर नष्ट किए. वैसे ही आपको जल्दी ये मीडिया के माध्यम से खबर भी मिल सकती है कि पाकिस्तान अधिकृत जो कश्मीर है वहाँ पे भी जो आतंकी शिविर चल रहे हैं उनको भी नष्ट कर दिया गया. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദികളുടെ മേലെ ട്രംപ് ബോംബിടുന്നത് പോലെ കാശ്മീരിലെ തീവ്രവാദികളുടെ മേലെ ബോംബിടണം എന്നാണ് മോദിക്കുള്ള ഉപദേശം. അറിയാമല്ലോ ഈ സേന ഏതാണെന്ന്. ട്രംപ് പ്രേമം ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ട്രംപിനെ വിജയിപ്പിച്ചത് തന്നെ ഈ സേന ഹോമം നടത്തിയിട്ടാണ്. മഹാരാഷ്ട്രയിലായിരുന്നു അന്ന് ഹോമം.
പിറന്നാൾ ആഘോഷം ഇന്ന് ദില്ലിയിൽ. പാവം കോൺഗ്രസ് ഇതൊന്നും അറിയാതെ നോമ്പ് നോറ്റ് നടക്കുകയാണ്. KPCC സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ KPCCയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Allahu Akbar, Allahu Akbar. നോമ്പ് ഏതാണ്ട് പകുതിയായി. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇഫ്താറിനിറങ്ങി. ഇനി മുസ്ലിം പ്രീണനമാണ് എന്ന് പറഞ്ഞ് BJP ഇത് വേണ്ടെന്ന് വെക്കുമോ എന്നാണ് പൊളിമിക്സിൻ്റെ ബേജാർ. ബീഫില്ലെങ്കിലും അവർ നടത്തുമായിരിക്കും. കാത്തിരിക്കാം.